കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 16 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഒരു ധനവാന് ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു. അവൻ സ്വത്ത് ദുർവ്യയം ചെയ്യുന്നുവെന്ന് യജമാനന് പരാതി ലഭിച്ചു. യജമാനൻ അവനെ വിളിച്ച് ചോദിച്ചു, നിന്നെപ്പറ്റി ഞാൻ കേൾക്കുന്നത് എന്താണ്? നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക. മേലിൽ നീ കാര്യസ്ഥനായിരിക്കാൻ പാടില്ല. ആ കാര്യസ്ഥൻ ആത്മഗതം ചെയ്തു, യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുന്നതിനാൽ ഞാനിനി എന്തു ചെയ്യും? കിളയ്ക്കാൻ എനിക്ക് ശക്തിയില്ല, ഭിക്ഷയാചിക്കാൻ ലജ്ജ തോന്നുന്നു. എന്നാൽ യജമാനൻ എൻ്റെ കാര്യസ്ഥത എന്നിൽ നിന്നും എടുത്തു കളയുമ്പോൾ ആളുകൾ തങ്ങളുടെ വീടുകളിൽ എന്നെ സ്വീകരിക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. യജമാനിൽ നിന്നും കടം വാങ്ങിയവർ ഓരോരുത്തരെ അവൻ വിളിച്ചു. ഒന്നാമനോട് അവൻ ചോദിച്ചു, നീ എൻ്റെ യജമാനന് എന്ത് കൊടുക്കാനുണ്ട്? അവൻ പറഞ്ഞു, 100 ബത്ത് എണ്ണ. അവൻ പറഞ്ഞു, ഇതാ നിന്റെ പ്രമാണം, എടുത്ത് 50 ബത്ത് എന്ന് തിരുത്തി എഴുതുക. അനന്തരം അവൻ മറ്റൊരുവനോട് ചോദിച്ചു, നീ എന്ത് കടപ്പെട്ടിരിക്കുന്നു? അവൻ പറഞ്ഞു, 100 കോർ ഗോതമ്പ്. അവൻ പറഞ്ഞു, നിന്റെ പ്രമാണം എടുത്ത് 80 കോർ എന്ന് തിരുത്തി എഴുതുക. കൗശലപൂർവ്വം പ്രവർത്തിച്ചതിനാൽ നീതിരഹിതനായ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചു. എന്തെന്നാൽ ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളെക്കാൾ ബുദ്ധിശാലികളാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ. അത് നിങ്ങളെ കൈവെടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും. ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും. ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും. അധാർമിക സമ്പത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥ ധനം ആര് നിങ്ങളെ ഏൽപ്പിക്കും? മറ്റൊരുവൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായവ ആര് നിങ്ങൾക്ക് തരും? ഒരു വൃദ്ധന് 2 യജമാനന്മാരെ സേവിക്കാൻ സാധിക്കുകയില്ല. ഒന്നുകിൽ അവൻ ഒരുവനെ ദ്വേഷിക്കുകയും മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനോട് ഭക്തി കാണിക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ വായനകൾ നമുക്കായി ഒരു സ്വർഗീയ രഹസ്യത്തെ വളരെ ശക്തമായ ഭാഷയിൽ വെളിപ്പെടുത്തി തരികയാണ്. ഇതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഭൂമിയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളോടും ഈ ഭൂമിയിൽ നാം കണ്ടുമുട്ടുന്ന വ്യക്തികളോടുള്ള ബന്ധത്തിൽ ദൈവത്തോടുള്ള വിശ്വസ്തതയ്ക്ക് ഭംഗം വരാതെ ജീവിതത്തിൻ്റെ അന്ത്യത്തോളം നാം കൊണ്ടുപോകേണ്ടതുണ്ടെന്നും കർത്താവ് നമ്മുടെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കേണ്ട സമയം വരുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിനോട് നമ്മുടെ ജീവിതത്തിൻ്റെ കണക്ക് ബോധിപ്പിക്കേണ്ട സമയം വരുമ്പോൾ നമ്മൾ ജീവിതത്തിൽ പരാജിതരാകരുത് എന്നുള്ള ഏറ്റവും കാതലായ സന്ദേശം ഇന്നത്തെ വായനകളിലെല്ലാം നമുക്ക് കാണാൻ പറ്റും. ആദ്യത്തെ വായന ആമോസിൻ്റെ പുസ്തകം. ഇവിടെ വളരെ ഷാർപ്പായിട്ട് പറയുന്നത്, നമ്മൾ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യരുത്, നിസ്സഹായരെ ചൂഷണം ചെയ്യരുത്. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം എപ്പോഴും പറയുന്ന ചില വിഷയങ്ങളാണ് ദരിദ്രര്, പാവപ്പെട്ടവര്, വിധവകള്, നിസ്സഹായര്, ഇവരെ ഒന്നും നമ്മൾ ചൂഷണം ചെയ്യരുത്. അതിലൂടെ മനുഷ്യരോടുള്ള ബന്ധത്തിൽ ദൈവകോപത്തിന് നമ്മൾ ഇരയായിത്തീരുമെന്നാണ് പറയുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ വേലയ്ക്ക് നിൽക്കുന്നവരുണ്ടാകാം, നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ കുടുംബാംഗങ്ങളുണ്ടാകാം, നിസ്സഹായ അവസ്ഥയിൽ കഴിയുന്നവരുണ്ടാകാം. ഇത് സാമ്പത്തിക ദാരിദ്ര്യത്തെ മാത്രം നോക്കി കാണരുത്. ആത്മീയ ദാരിദ്ര്യത്തിലും ഭൗതിക ദാരിദ്ര്യത്തിലും അതോടൊപ്പം വൈകാരികമായ ദാരിദ്ര്യത്തിലൊക്കെ നിസ്സഹായരായി നമ്മുടെ കുടുംബങ്ങളിൽ കഴിയുന്നവരുണ്ടാകും. ആകുലതകളിലും നിരാശകളിലും ഭയപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും ഭാരപ്പെട്ടും
ഒറ്റപ്പെട്ടും തിരസ്കരിക്കപ്പെട്ടും ഒക്കെ കഴിയുന്നവർ നമ്മുടെ കുടുംബങ്ങളിലുണ്ടാകാം. ഇവരോടുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. കർത്താവ് പറയാണ്, നിങ്ങൾ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുമ്പോൾ, നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുമ്പോൾ അത് കർത്താവ് കാണാതെ പോകില്ല എന്നാണ്. അപ്പം നിസ്സഹായൻ്റെ നിലവിളിയും നിസ്സഹായൻ്റെ കണ്ണുനീരും എന്നും സ്വർഗത്തിൻ്റെ നിലവിളിയാണെന്ന് ദൈവത്തിൻ്റെ വചനം അടിവരയിട്ട് പഠിപ്പിക്കുന്ന. അതുകൊണ്ടാണ് സ്വർഗത്തെ നോക്കി നിലവിളിക്കുന്ന പാപങ്ങളിൽ ഒരു പാപം ആബേലിൻ്റെ രക്തമാണ്. നിസ്സഹായനായ ആബേലിൻ്റെ രക്തം. കായൻ എന്ത് ചെയ്തു? കായൻ ആബേലിനെ അടിച്ചു കൊന്നു. കർത്താവ് ചോദിച്ചു, എടാ നിൻ്റെ സഹോദരൻ എന്ത്? കായൻ ചോദിച്ചാൽ സഹോദരൻ്റെ കാവൽക്കാരനാണോ? സ്വന്തം സഹോദരനെ കൊന്നിട്ട് കായൻ ചോദിക്കും, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ? അപ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ഈ ആബേലിൻ്റെ രക്തം വീണ മണ്ണ് സ്വർഗത്തെ നോക്കി നിലവിളിക്കുന്നു എന്നാണ്. എന്നിട്ട് കായൻ്റെ മേൽ ശാപഗ്രസ്തമായ വാക്കുകൾ വരും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു നിസ്സഹായൻ്റെ രക്തം, അവൻ്റെ നിലവിളി, അത് സ്വർഗത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് ഒരു അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഒരു കുഞ്ഞ് കൊല്ലപ്പെടുമ്പോൾ മുതൽ ഒരു പ്രായാധിക്യത്തിൽ നമ്മുടെ ഭവനങ്ങളിൽ കിടക്കുന്ന പ്രായമായ നമ്മുടെ മാതാപിതാക്കൾ വരെ നിസ്സഹായതയുടെ നടുവിൽ കടന്നു പോകുന്ന ജീവിതങ്ങൾക്കെതിരെയുള്ള നമ്മുടെ എല്ലാ ചൂഷണങ്ങളും സ്വർഗത്തിനെതിരായ നിലവിളിയാണ്. അത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. നമ്മൾ എന്ത് ന്യായീകരണം പറഞ്ഞെന്ന് പറഞ്ഞാലും, നമ്മളതിന് എന്ത് മുടന്ന ന്യായം പറഞ്ഞെന്ന് പറഞ്ഞാലും അത് സ്വർഗത്തിനെതിരായ നിലവിളിയായിട്ടാണ്. ദൈവത്തോടുള്ള വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് കായൻ്റെ മേൽ കർത്താവ് ശാപം അയക്കുന്നത്. അതിന് കാരണം സ്വന്തം സഹോദരനെ ചൂഷണം ചെയ്യുക മാത്രമല്ല, അടിച്ചു കൊല്ലാൻ തയ്യാറായെന്നുള്ള ഒരു നിസ്സഹായൻ, ഒരു പാവപ്പെട്ടവൻ. ഇപ്പം നമ്മുടെയൊക്കെ സഹായ ഹസ്തം ആവശ്യമായി നമ്മുടെ കുടുംബങ്ങളിൽ നിസ്സഹായ അവസ്ഥയിൽ കഴിയുന്ന ചില സാധ്യതകളുണ്ടാകും, സാഹചര്യങ്ങളുണ്ടാകും. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എത്രയോ കുടുംബങ്ങളിൽ പ്രായമായ മാതാപിതാക്കൾ വേദനിച്ച് കഴിയുന്നവരുണ്ട്. എത്രയോ കുടുംബങ്ങൾ മക്കൾ മാതാപിതാക്കളുടെ വേദനയും അവരുടേതായ ചില സംസാര രീതികളിലും ബന്ധങ്ങളിലൊക്കെ മുറിവേറ്റ് കഴിയുന്നവരുണ്ട്. എത്രയോ പേരുന്നുണ്ട്, അച്ഛാ മക്കളുടെ ഈ സ്വഭാവം കാരണം സമാധാനമില്ല, സ്വസ്ഥതയില്ല, എപ്പോഴും വിഷമം, വേദനയാണ്. ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ഇതൊക്കെ സഹിച്ച് കഴിയേണ്ട അവസ്ഥ വന്നല്ലോ. അതായത് ജീവിതകാലം മുഴുവനും ഈ മക്കളെ വളർത്താൻ ഭാരപ്പെട്ടതിൻ്റെ വിഷമവും വേദനയൊക്കെ ഉള്ളപ്പോൾ പ്രായാധിക്യത്തിലേക്ക് തങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ പോലും ഒരു സമാധാനവും സ്വസ്ഥതയും കിട്ടാതെ വേദനിക്കുന്നവരുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ മക്കള് മാതാപിതാക്കളുടെ ചില ദുസ്വഭാവത്തെ ഓർത്ത് വേദനിക്കുന്നുണ്ട്, നിസ്സഹായരാണ്. എത്രയോ കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ, കുടുംബത്തിൽ ഒരുപക്ഷെ അപ്പന്മാരുടെ മദ്യപാനം കാരണം വീട്ടിൽ വന്ന് അമ്മയെ തല്ലുകയും അതിൻ്റെ പേരിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ അവിടെ നിസ്സഹായ അവസ്ഥയ്ക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. 4-5 വയസ്സുള്ള കുഞ്ഞുങ്ങൾ, വളരെ ചെറിയ കുഞ്ഞുങ്ങൾ, ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പയ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞ, അച്ഛാ 15 വയസ്സ് വരെ അപ്പൻ്റെ പീഡനവും അപ്പൻ്റെ മദ്യപാനം മൂലം വീട്ടിൽ വന്ന് അമ്മയെ തല്ലുകയും അമ്മയോട് സംശയാസ്പദമായ രീതിയിലുള്ള സംഭാഷണമൊക്കെ ഉണ്ടായി. ഒരു 10-15 വയസ്സ് വരെയൊക്കെ, 10ാം ക്ലാസ് വരെയൊക്കെ ഞാൻ ഒന്നും മിണ്ടാതെ നിന്നു. കാരണം എന്താ, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അടി കിട്ടും, അപ്പോൾ എടുത്തിട്ട് അലക്കും. ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഇതുപോലെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അമ്മയ്ക്കെതിരെയൊക്കെ വെള്ളം ഒഴിച്ചത് ബഹളം ഉണ്ടാക്കിയപ്പോൾ ഞാൻ അപ്പനോട് ചോദിച്ചു, 10-15 വർഷമായില്ലേ കേൾക്കാൻ തുടങ്ങിയിട്ട്, ചെറുപ്പം മുതൽ കാണാൻ. അത് ഞാൻ എതിർത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ, നീ അപ്പനോടാണ് അവിടെ എതിർത്ത് സംസാരിക്കണേ എന്ന് ചോദിച്ചുകൊണ്ടായി. പിന്നെ അപ്പം അതുവരെ അവൻ നിസ്സഹായനായതുകൊണ്ട് അവനൊന്നും പറഞ്ഞില്ല. അവൻ അപ്പനോട് അല്പം വളർന്നു കഴിഞ്ഞപ്പോൾ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ, മദ്യത്തിൻ്റെ പുറത്ത് ചെയ്തു കൂട്ടുന്നതൊക്കെ കുടുംബത്തിൻ്റെ സമാധാന സ്വസ്ഥതയും ഒരു അപ്പനെന്ന നിലയിൽ തകർക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ കുറേ നാളവൻ കൺട്രോൾ ചെയ്തു എന്ന് അവസാനം അവൻ്റെ നിയന്ത്രണം പോയി. അപ്പൻ്റെ മുഖത്തേക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മയെ തല്ലാൻ പോയപ്പോൾ അപ്പൻ്റെ കയ്യെ കയറി പിടിച്ചു. ഇനി അമ്മയെ തല്ലാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. ചെറുപ്പമായിരുന്നപ്പോൾ അപ്പൻ അമ്മയെ തല്ലായിരുന്നു, ഇനി ഞങ്ങൾ വളർന്ന് ഇനി അമ്മയെ തല്ലുന്ന കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് തല്ലും എന്ന് അപ്പൻ്റെ മുഖത്ത് നോക്കി ഇവൻ പറഞ്ഞു. നിസ്സഹായരായ ഒത്തിരി കുഞ്ഞുങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. മാതാപിതാക്കളുടെ ചില ദുസ്വഭാവം മൂലവും അവരുടെ ചില ദുശീലങ്ങൾ മൂലവും വേദനിച്ചും കണ്ണുനീരഴിച്ചും ഒക്കെ കഴിയുന്ന എത്രയോ മക്കളെ കാണുന്നുണ്ട്. എത്രയോ ദമ്പതിമാർ പരസ്പരം നിസ്സഹായ അവസ്ഥയിൽ ജീവിക്കുന്നവരുണ്ട്. വല്ലാതെ വേദനിച്ചും സങ്കടപ്പെട്ടും തിരിച്ചൊന്നും പറയാൻ പറ്റാതെ പല രീതിയിൽ
നൊമ്പരപ്പെട്ടും ഒറ്റപ്പെട്ടും ഒരു കുടുംബത്തിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ വേദനിച്ചും കണ്ണുനീരൊഴുകി, ഇതൊക്കെ ഒരു നിസ്സഹായ അവസ്ഥയാണ്. ഇത് ചെയ്യാൻ പറ്റണില്ല. ഈ നിസ്സഹായന്റെ കണ്ണുനീര് ലോകം കാണുന്നില്ലെങ്കിൽ ദൈവം കാണുമെന്നാണ് ആദ്യ വായനയിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കൂടെയുള്ളവരോടുള്ള ബന്ധം, അത് ദൈവത്തോടുള്ള വിശ്വസ്തത, നമ്മുടെ നിത്യജീവൻ, നമ്മുടെ ആത്മരക്ഷ, ഇതിനൊക്കെ സ്വാധീനിക്കുന്നതാണ് എന്ന് ആദ്യ വായന പറയുമ്പോൾ, രണ്ടാമത്തെ വായന പറയാണ് ഈ ബന്ധമൊക്കെ എങ്ങനെ ആയിരിക്കണമെന്ന്. സ്നേഹത്തിലും സമാധാനത്തിലും ഐക്യത്തിലും മുന്നോട്ട് പോകാൻ പ്രാർത്ഥനയിലും മധ്യസ്ഥ പ്രാർത്ഥനയിലൊക്കെ പരസ്പരം സ്നേഹത്തിൽ വർത്തിക്കാനാണ് പൗലോസ്ലീഹ പറയുന്നത്. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളോടുള്ള ബന്ധത്തിൽ സമ്പത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന രീതിയിലാണ്, അതിനെ ബന്ധപ്പെടുത്തിയാണ് സുവിശേഷം അവതരിപ്പിക്കുന്നതെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഭൗതിക വസ്തുക്കളും എങ്ങനെ നമ്മുടെ ദൈവത്തോടുള്ള ബന്ധത്തെ, വിശ്വസ്തതയെ സ്വാധീനിക്കുമെന്ന് നാം ആത്മശോധന ചെയ്യണമെന്ന് പറയുന്നത്. ഇവിടെ സമ്പത്ത് എത്രമാത്രം ദൈവത്തിൽ നിന്ന് ഒരുവൻ അകറ്റുന്നു. സമ്പത്തിനെയും മാമോനെയും ദൈവത്തെയും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിപ്പിക്കുന്ന എന്താ? വിഭജിക്കപ്പെട്ട ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല. എന്തെല്ലാമാണ് നമ്മളെ ദൈവസ്നേഹത്തിൽ നിന്ന് വിഭജിക്കുന്നത്, മാറ്റി നിർത്തുന്നത്? ദൈവത്തെ സ്നേഹിക്കേണ്ടതുപോലെ, ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ തിരിച്ച് ദൈവത്തെ സ്നേഹിക്കാൻ നമ്മളെ മാറ്റി നിർത്തുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് അപ്പോൾ അനുദിന ജീവിതത്തിൽ നമ്മൾ ലോകവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റുന്നുണ്ട് എന്ന് തിരിച്ചറിയാന്നുള്ളതാണ്. ചില ബന്ധങ്ങളാകാം, ചില ദുശീലങ്ങളാകാം, സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട അഡിക്ഷനുകളാകാം, മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗമാകാം. അതുകൊണ്ട് എന്താ, ഇപ്പോൾ പ്രാർത്ഥിക്കാൻ സമയമില്ല. രാവിലെ ചില പിള്ളേർക്ക് രാവിലെ എഴുന്നേക്കാൻ പോലും പറ്റില്ല. കാരണം എന്താ, രാത്രി മുഴുവനും ഈ മൊബൈൽ ഫോണുമായിട്ടിരിക്കുക, വീഡിയോ ഗെയിമും മറ്റേതൊക്കെ ആയിട്ടിരുന്നിട്ട് രാവിലെ എഴുന്നേൽക്കാനോ പ്രാർത്ഥിക്കാനോ കൗദാശിക ജീവിതത്തിലേക്ക് പോകാനോ ഒന്നും പറ്റണില്ല. പ്രാർത്ഥിക്കേണ്ട സമയം പോലും ദൈവത്തോട് ബന്ധപ്പെടുത്തി ജീവിതം മുന്നോട്ട് നയിക്കേണ്ട ഒത്തിരി മണിക്കൂറുകൾ പോലും ഇന്ന് അനേകം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഈ ഭൗതികമായ വിഷയങ്ങൾ എടുത്തുകൊണ്ടിരിക്കുക. ഇവിടെയെല്ലാം ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുകയാണ്, സമ്പത്ത് അവൻ്റെ ഇത് യജമാനൻ അവനിൽ നിന്നും ഇതെടുത്ത് മാറ്റിക്കഴിയുമ്പോൾ, കാര്യസ്ഥത എടുത്ത് മാറ്റിക്കഴിയുമ്പോൾ അവൻ എന്ത് ചെയ്തു? എടുത്ത് മാറ്റുമെന്ന് മനസ്സിലായപ്പോൾ സമ്പത്ത് ആർക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പെട്ടെന്ന് വെട്ടിക്കുറച്ചോ കൊടുത്തിട്ട് ഈ ബന്ധത്തെ, ഇത് കഴിഞ്ഞാലും ഫ്യൂച്ചർ, ഭാവിയെക്കുറിച്ച് അവൻ ഇത് കഴിഞ്ഞാലും അവന് മുന്നോട്ട് ജീവിക്കാൻ പറ്റണം. അത്രയും കണ്ണിങ് ആയിട്ടുള്ള ഒരുവൻ അവൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചെങ്കിൽ, വെളിച്ചത്തിൻ്റെ മക്കളായ നമ്മൾ, സുവിശേഷത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവർ നമ്മൾ, എത്രയോ വിലപ്പെട്ടവരായ നമ്മൾ, നമ്മുടെ ഭാവിയെക്കുറിച്ച്, നമ്മുടെ നിത്യജീവനെക്കുറിച്ച്, കർത്താവിനെ കണ്ടുമുട്ടുന്ന സമയത്തെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കേണ്ട സമയത്തെക്കുറിച്ച് ചിന്തിക്കുകയും അങ്ങനെ ബന്ധങ്ങളെ സൂക്ഷിക്കാൻ എത്ര കണ്ട് നാം തീരുമാനമെടുക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് സുവിശേഷം നമ്മുടെ മുമ്പിൽ പറഞ്ഞു വയ്ക്കുന്ന ഒരു ആത്മീയ രഹസ്യമാണ്. ഇതൊക്കെ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ദൈവത്തോടുള്ള ബന്ധം, സഹോദരങ്ങളോടുള്ള ബന്ധത്തിൻ്റെ പേരിലോ ഭൗതിക വസ്തുക്കളോടുള്ള ബന്ധത്തിൻ്റെ പേരിലോ ദൈവത്തോടുള്ള ബന്ധവും വിശ്വസ്തതയ്ക്കും ഒരു കുറവും സംഭവിക്കാതെ കൊണ്ടുപോകുക എന്നുള്ളതാണ് സ്വർഗം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഈ ആലോചന ഹൃദയത്തിലെടുക്കുമ്പോൾ അതിനായി അനുദിന ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങളിലും നിരന്തരമായൊരു പരിശ്രമം കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാറ്റിൻ്റെയും കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ വരും. അന്ന് തല ഉയർത്തി നിൽക്കാൻ തക്കവിധത്തിൽ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഈശോയോടുള്ള ബന്ധത്തിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.